സമാനമായ മറ്റൊരു സംഗതിയാണ് ആണ് പെണ്ണ് എന്ന രീതിയിലുള്ള കല്യാണത്തെ മാറ്റി വെച്ചിട്ട് ആണിനോട് കല്യാണം കഴിക്കുക, പെണ്ണിനോട് കല്യാണം കഴിക്കുക. ഗേ ലെസ്ബിയൻ എന്നാണ് ഈ സംഗതിയൊക്കെ പറയാം. ഇതാണ് പ്രകൃതിപരം എന്ന് പോലും അവർ സമർത്ഥിക്കാൻ വേണ്ടി വ്യാജ പഠനങ്ങൾ ഇറക്കുന്നു. ഇത്തരം ആളുകൾക്ക് നല്ല പ്രസിദ്ധി കിട്ടുന്നു, ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നു. എന്ത് തോന്നിവാസം ആലോചിച്ചു നിങ്ങൾ. ഒരു പ്രത്യേകമായ സമയത്ത് ഒരു ആവേശത്തിന് കുറച്ചു കാലം മുന്നോട്ട് പോകും, അത് കഴിഞ്ഞാൽ പരസ്പരം വികർഷണം വരും. എതിർ ഹോർമോണുകളെ സംയുക്തമായി കാലങ്ങളോളം ലോങ് ലൈഫ് നീണ്ടു നിൽക്കുള്ളൂ. സ്ത്രീ പുരുഷൻ, അങ്ങനെയാണ് പ്രകൃതിപരമായ ആകർഷണം. അതല്ല ഞാൻ എൻ്റെ പുരുഷ സുഹൃത്തിനോടൊപ്പം ജീവിച്ചോളൂ എന്ന് കുറേ ആളുകൾ തീരുമാനമെടുക്കുക. അത് നിയമപരമായി അംഗീകരിക്കണം എന്നതിന് വേണ്ടി അവർ സമരം നടത്തുക, കോടതിയിൽ കേസിന് പോകുക. യൂറോപ്യൻ നാടുകളിലൊക്കെ അത് മുമ്പേ അനുവദിച്ചതാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് അങ്ങനെയുള്ള 2 പ്രൊഫസർ ദമ്പതന്മാരെ പണ്ട് കണ്ടത് കലാകൗമുദിയിൽ എഴുതിയത് ഞാൻ ഓർക്കുകയാണ്. പണ്ട് അതന്നൊരു കൗതുകമായിരുന്നു. കാരണം ദമ്പതന്മാര്, ഒരു പ്രൊഫസറും വേറൊരു പ്രൊഫസറും കൂടി ഒന്നിച്ച് കുടുംബജീവിതം നയിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ അത് വ്യാപകമായി വന്നു. നമ്മുടെ നാട്ടിലും കുറേ ആളുകൾ ആ വിധത്തിൽ പ്രസിദ്ധരായി. ആലുവക്കാരി ഒരു പെൺകുട്ടിയും താമരശ്ശേരിക്കാരിയായ ഒരു പെൺകുട്ടിയും മുസ്ലിം പേരുള്ള 2 പേരും ഇന്ന് ആ വിഷയത്തിലുള്ള സെലിബ്രിറ്റികളാണ്, ഐക്കണുകളാണ്. അവരെ വെച്ചിട്ടാണ് മതത്തെ തോണ്ടുന്നത് പലരും. കഷ്ടപ്പെട്ട് വളർത്തിയ മാതാവിനെയും പിതാവിനെയും പരിഹസിക്കുക എന്നതാണ് അവരുടെ എല്ലാ ഇന്റർവ്യൂകളും. ഒരു ഊക്കിന് കുറച്ചങ്ങോട്ട് നടക്കും. ചിലപ്പോ ഇവർ പറയുന്നത് പോലെ ഇതാണ് പ്രകൃതിപരം എന്ന് അങ്ങോട്ട് തീരുമാനിക്കുക. ലെസ്ബിയൻ, പെണ്ണും തമ്മിലുള്ള ബന്ധം, ഗേ ആണും തമ്മിലുള്ള ബന്ധം, ഇതാണ് പ്രകൃതിപരം എന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുക. എന്നിട്ട് ആണുങ്ങളൊക്കെ ആണുങ്ങളോടൊപ്പം പെണ്ണുങ്ങളൊക്കെ പെണ്ണുങ്ങളോടൊപ്പം ജീവിക്കുക. ഈ തലമുറ ഈ കാണുന്ന മനുഷ്യവർഗത്തോടു കൂടെ നശിച്ചു പോകൂലേ? ഈ തലമുറ ഈ കാണുന്ന മനുഷ്യവർഗത്തോടു കൂടെ നശിച്ചു പോകൂലേ? ഇതിനൊരു പ്രജനനം നടക്കൂലല്ലോ, കുട്ടികൾ ഉണ്ടാവില്ലല്ലോ. എന്ത് മാർഗമുണ്ട് ഇതിന്? ഇത്ര വ്യക്തമായ രീതിയിൽ പ്രകൃതി വിരുദ്ധം എന്ന് മനസ്സിലാകുന്ന ഈ സംഗതിയെ സപ്പോർട്ട് ചെയ്യാം. ഒന്ന്, കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് പ്രകൃതി പരമായിരുന്നുവെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ ഗേകളിൽ നിന്നാവാൻ പാടില്ല. ഇന്ന് വസ്തുത അതാണ്. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ ഗേകളാണ്. ആണും തമ്മിൽ സെക്സ് നടത്തി ജീവിക്കുന്നിടത്താണ് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ളത്. കണക്കുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അമേരിക്കൻ എയ്ഡ്സ് രോഗികളിൽ 70% ഗേകളാണ്. സ്വാഭാവികമായും 30% ഗേകളല്ലാത്തവരല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകും. ഇത്തിരി തിരുത്തണം. അമേരിക്കയിൽ ഗേ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തത് 2% ആളുകൾ മാത്രമാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഗേ ആണ് എന്ന് പറയുന്ന 2% ആളുകളിൽ നിന്നാണ് 70% എയ്ഡ്സ് രോഗികൾ. എത്ര മാരകാണി കണക്ക്! അത് മാത്രമാണോ? മോഷൻ നിയന്ത്രിക്കാൻ കഴിയാതെ ഊർന്നു പോകുന്ന ദുരവസ്ഥ വരും. അവർക്ക് ലൈംഗിക ഭാഗത്ത് ക്യാൻസർ പിടിക്കും എന്നല്ല മറ്റു പല രോഗങ്ങളും. മങ്കി പോക്സ്, കുരങ്ങുവസൂരി കഴിഞ്ഞ വർഷം വ്യാപകമായി ലോകത്ത് പല രാജ്യങ്ങളിലും ഉണ്ടായി. 16 രാഷ്ട്രങ്ങളുടെ കണക്ക് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടപ്പോ 98% മങ്കി പോക്സ് ബാധിച്ചവരും ഒന്നുകിൽ ഗേ ആണ് അല്ലെങ്കിൽ ബൈസെക്ഷലാണ്. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണിനോടൊപ്പം ജീവിക്കും, ആണുങ്ങളെയും ഉപയോഗപ്പെടുത്തും. വൃത്തികേട്, വളരെ വൃത്തികേട്. ഈ ജനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥിരമായി ആണുങ്ങളോടൊപ്പം ജീവിക്കുന്നവരിൽ നിന്നോ ആണ് ഏറ്റവും കൂടുതൽ മങ്കി പോക്സ് രോഗികൾ. 98%. റിപ്പോർട്ട് നിഷേധിക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്, ലോകമാധ്യമങ്ങൾ അതൊക്കെ ഉദ്ധരിച്ചിട്ടുമുണ്ട്. അപ്പൊ വിവാഹം എങ്ങനെയാവണം? ഇതാണ് പ്രകൃതിപരം. ഇനിയും കുറേ പറയാനുണ്ട് നമുക്ക്. ആണും പെണ്ണും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ജീവിതം മാത്രമാണ് പ്രകൃതിപരം. കുറേ പറയാനുണ്ട്. ലൂബ്രിക്കൻസുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, ലൈംഗിക ബന്ധത്തിന്റെ സുഗമതയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, സുഭഗതയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ. ഒന്നും ഇത് പ്രകൃതിപരമാണെന്ന് തെളിയിക്കുന്നില്ല. എന്നിട്ട് ന്യായം പറയാൻ വേണ്ടി 1500 ജന്തുജാലങ്ങളിൽ ഈ ഹോമോസെക്ഷൽ ഏർപ്പാടുണ്ടെന്ന് ഇവർ നിർമ്മിച്ചെടുക്കുന്നു. നമ്മൾ മനസ്സിലാക്കുക, ലോകത്തൊരൊറ്റ ജന്തുവും തൻ്റെ ഇണയായി സ്ഥായിയായി അതേ വർഗത്തിൽപ്പെട്ട ജെൻഡറിൽപ്പെട്ട ലിംഗത്തിൽപ്പെട്ട മറ്റൊരു ജന്തുവിനെ കൊണ്ടുനടക്കണില്ല. പ്രാവും തമ്മിൽ ഈ ദാമ്പത്യ ബന്ധത്തിൽ ശ്രദ്ധിക്കുന്ന ജന്തുക്കളാണ്. ഒരു പ്രാവിന് പെൺപ്രാവുണ്ടാവും, അവരുമായി മാത്രമേ അവർ ജോഡി മുന്നോട്ടുണ്ടാവുള്ളൂ. ഇതുവരെ ഒരു പ്രാവും ഒരു ആൺപ്രാവിനെ തൻ്റെ ജോഡിയായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ല. ഒരാടും ഒരാടിനെയും, ഒരു പശുവും ഒരു പശുവിനെയും. പശുക്കൾക്കിടയിൽ ലെസ്ബിയൻസ് ഇല്ല. പിന്നെ ഇവർ പറയുന്ന കണക്കെന്താ? പെരുപ്പിച്ച കണക്ക്. ചിലപ്പോൾ ചില പശുക്കൾ മറ്റൊരു പശുവിൻ്റെ പുറത്തൊരു കയറൽ അങ്ങോട്ട് നടത്തും. അത് സ്ഥായിയായ ബന്ധത്തിനല്ല, അവർക്ക് ഓവുലേഷൻ സംഭവിക്കാനിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. അണ്ടവിസർജനം. ആ സമയത്താണ് പശുക്കൾ അമറൽ ഒരു പ്രത്യേക ശൈലിയിൽ. പശുവിനെ വളർത്തുന്നവർക്ക് അറിയാം ഈ സമയത്ത് അതിന് കുത്തിവെപ്പിന് സമയമായിട്ടുണ്ട്, വീഡിങ്ങിന് സമയമായിട്ടുണ്ട് എന്ന്. അതിനു വേണ്ടിയുള്ള ഒരു പ്രകടനം. ചില മൂരികളുടെ പുറത്തങ്ങോട്ട് കയറും. കൂട്ടത്തിലെ ആധിപത്യം എനിക്കാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പ്രകടനം. അതല്ല സ്ഥായിയായിട്ട് ഇതൊരു ബന്ധമായിട്ട് അവർ കൊണ്ടു നടക്കൂല. ഇനി അങ്ങനെ തന്നെ ഉണ്ട് ഇവർ പറയുന്നത് പോലെ എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് പ്രകൃതിപരമാവോ? ഒരിക്കലുമില്ല. മനുഷ്യൻ ചികിത്സിക്കാറുണ്ട്, ഈ മൃഗങ്ങളൊന്നും ചികിത്സിക്കാറില്ല. മനുഷ്യൻ ഡ്രസ്സ് ധരിക്കാറുണ്ട്, ഈ മൃഗങ്ങളൊന്നും ഡ്രസ്സ് ധരിക്കാറില്ല. മനുഷ്യൻ ഔഷധം ഉപയോഗപ്പെടുത്താറുണ്ട്, മൃഗങ്ങൾ ഔഷധം ഉപയോഗപ്പെടുത്താറില്ല. 150 ജീവിവർഗങ്ങളിൽ പ്രസവിച്ച ഉടനെ തള്ള അതിൻ്റെ മക്കളെ തിന്നുന്ന രീതിയുണ്ട്. മനുഷ്യൻ അതൊക്കെ പറ്റുമോ?
പൂച്ചയും മുയലടക്കം പ്രസവിച്ച ഉടനെ അതിൻ്റെ ഒരു കുട്ടിയെ 2 കുട്ടിയെ പിടിച്ചു തിന്നും. ഇതാണ് പ്രകൃതിപരം എന്നും പറഞ്ഞിട്ട് 150 ജന്തുവർഗ്ഗങ്ങളിലുണ്ടെന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ അങ്ങനെ പറ്റുമോ? പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നൽ. പ്രകൃതിപരം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 1-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ ആണും പെണ്ണും സ്ത്രീയും പുരുഷനും ഭർത്താവും ഭാര്യയും സൗജും സൗജത്തും, ഇതിനപ്പുറമുള്ള ഒരു മാർഗവും ഇതിനപ്പുറമുള്ള ഒരു സംഗതിയും പ്രകൃതിപരമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കും.